ഉണക്കമീൻ ഉണ്ടാക്കി കാണിക്കാവേ. നമ്മളൊന്നും കടയിൽ നിന്നെല്ലാം ഉണക്കമീൻ മേടിക്കല്ലേ. അപ്പം നമുക്ക് നല്ല ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഉണക്കമീൻ ഞാൻ കാണിക്കാവേ. അപ്പം മീൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ 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 വെച്ചിട്ട് അതിൻ്റെ അകത്തെ എല്ലാം ഇങ്ങനെ എടുത്ത് കളയണം. അകത്തെ കുടലും ഇതുമെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ മീനിത് ഇങ്ങനെ അങ്ങ് ഇതുപോലെ അങ്ങ് കീറി കൊടുക്കണേ. അങ്ങനെ എല്ലാ മീനും ഇങ്ങനെ നമുക്ക് കീറി കൊടുക്കാം. ഇങ്ങനത്തെ മീനെല്ലാം അത് വെട്ടി തേച്ച് കഴി ഇതുണ്ടോ ഇങ്ങനെ പൊളന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇനി വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതുപോലൊരു വലിയൊരു പാത്രം എടുക്കണം. ഇതുപോലെ പാത്രം എടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി ഉണ്ടോ, കുറച്ച് ഉപ്പ് പൊടി, കല്ലുപ്പ് വേണേലും എടുക്കാം കേട്ടോ. അപ്പം അതിലും നല്ലത് കല്ലുപ്പിനേക്കാൾ ഇച്ചിരി കൂടെ പെട്ടെന്നാകുന്നത് പൊടിയുപ്പ് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടത് കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടിട്ട് അത് നല്ലതായിട്ട് അതെല്ലാം അകത്തല്ല ഉപ്പ് പൊടിയെല്ലാം നല്ല പിടിച്ച് ഇട്ട് ഇതിനകത്തോട്ടും കൂടെ നമ്മളിത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഉപ്പ് പൊടിക്കകത്തോട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇതുകൊണ്ടോ കാണാമല്ലോ അല്ലേ. നല്ലതായിട്ട് പിടിച്ചിട്ട് ഓരോ ഇല ഇങ്ങനെ അടുക്കി കൊടുക്കണേ. ഇപ്പം വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാണിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരെണ്ണത്തെ തൊടാതെ അടുക്കി ഇങ്ങനെ കൊടുക്കണം. അടുക്കി കണ്ടോ ഇങ്ങനെ. 1 കിലോ വേണേലും എന്തര വിലകളിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിതിപ്പം ഈ 1/2 കിലോ മാത്രം 4 അയില മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. ഇതിൻ്റെ മണ്ടേ വേണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ അടുക്കി കൊടുക്കാം. അപ്പം ഓരോ വട്ടം അടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഉപ്പുപൊടി വിതരണം. ഇതിപ്പോൾ ഇതിൻ്റെ മണ്ടയിലുണ്ട്. ഇപ്പോൾ ഇതുപോലെ അടുത്ത ലെയറും കൂടി ഇങ്ങനെ അടുക്കി കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഉപ്പിടണം. പിന്നെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് നിറച്ച് വേണേലും നമുക്ക് വെക്കാം. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിനിപ്പം നമ്മൾ നല്ലതായിട്ട് അടച്ചിട്ട് കാറ്റ് കയറാതെ അടയ്ക്കണം. നല്ലതായിട്ട് അടച്ചിട്ട് ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണേ. അപ്പം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് വെള്ളം കാണും. അത് ഊറ്റിക്കളയണം. അത് ഞാൻ നാളെ രാവിലെ കാണിക്കാം. ഉണക്കമീൻ്റെ നോക്കാവേ. ഇത് കണ്ടോ, ഇതുപോലെ വെള്ളമുണ്ട്. ഈ വെള്ളം ഇതുണ്ടോ, ഇതുപോലെ ഈ വെള്ളം ഇത് ഊറ്റിക്കളയണം. നമ്മളിന്നലെ വെച്ചതിൻ്റെ 4 അയിലയെ വെച്ചിട്ടുള്ളായിരുന്നേ. ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വരാട്ടെ. ഇവിടെ വെള്ളമെല്ലാം ഇത് ഊറ്റിക്കളഞ്ഞിട്ടുണ്ടേ. ഇത് വീണ്ടും ഇത് തിരിച്ചിടണം. തിരിച്ചിതുപോലെ കമത്തിയിടണം. അതിനകത്ത് കിടക്കുന്ന ഉപ്പ് തന്നെ ഇങ്ങനെ പുരട്ടിയാൽ മതി കേട്ടോ. ഇത് വീണ്ടും നല്ലപോലെ അടച്ചിട്ട് നമുക്ക് നല്ലപോലെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാവേ. ഫ്രീസറിൽ വെക്കല്ല, ഫ്രിഡ്ജിനകത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലായിരുന്നു. വേണ്ടേ, നമ്മുടെ മീനല്ലാതെ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കല്ല് പോലെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നുമില്ല ഇപ്പം കേട്ടോ. ഇത് 2 ദിവസം നമ്മൾ ഇന്ന് 3 ദിവസമേ. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇതിനകത്ത് വെള്ളം എടുത്ത് ഇങ്ങനെ ഊറ്റിക്കളഞ്ഞാൽ മാത്രം മതി. വേറെ ഉപ്പൊന്നും ഇടണ്ട. ഈ ഉപ്പ് തന്നെ മതി കേട്ടോ. കാണാമല്ലോ, ഈ ഉപ്പ് തന്നെ മതിയേ. ഇതുണ്ടോ, നല്ല കല്ല് പോലെ ഇരിക്കും. നല്ല ഇത് വെയിലത്ത് വെച്ച് ഉണക്കമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാവേ. ഉണ്ടോ, ഇപ്പോഴാണെങ്കിൽ അയലയ്ക്കൊക്കെ വിലക്കുറവ്, അയലയ്ക്കും മത്തിക്കും ഒക്കെ വിലക്കുറവാണ്. ഇതുപോലെ മേടിച്ച് കുറച്ച് എല്ലാ മീനും ഇതുപോലെ ഉണക്കാം കേട്ടോ. ഞാനിപ്പോൾ അയല ഉണ്ടായിരുന്നതുകൊണ്ട് അയല കാണിച്ചതാണ്. അപ്പോൾ ഇത് ഇപ്പം മീനൊക്കെ മേടിച്ച് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് നല്ല ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെയിലത്ത് വെക്കുകയോ ഒന്നും വേണ്ട. ഇതുണ്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടും. കണ്ടോ, നല്ല കല്ല് പോലായി. ഇതുണ്ടോ, കണ്ടോ. വെക്കുന്നതിന് മുന്നേ
ഒരു 10-15 മിനിറ്റ് ഇത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ഉണക്കമീൻ വെക്കുന്ന പോലെ തന്നെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പം കണ്ടോ, എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടോ, നല്ല വൃത്തിയായിട്ടുള്ള ഉണക്കമീൻ നമുക്ക് തന്നെത്താൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ മീനും ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.